സംഭവവുമായി ബന്ധപ്പെട്ട് ഇതുവരെ വന്ന ഔദ്യോഗികമായ ഒരേ ഒരു വിവരം ഒരു i20 വാഹനത്തിലാണ്, ഒരു i20 കാറിലാണ് ഈ സ്ഫോടനം ആദ്യം നടന്നത് എന്നത് മാത്രമാണ്. അത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ആ കാറിന്റെ ഉടമ കസ്റ്റഡിയിലായിട്ടുണ്ട് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി വരികയാണ്. അബ്ദുൾ റഷീദ് ചേരുന്നു. അബ്ദുൾ റഷീദ്, വാഹന ഉടമ പോലീസ് കസ്റ്റഡിയിലായി എന്നുള്ള വിവരങ്ങൾ വരുമ്പോൾ എന്തൊക്കെ അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്? ഈ അപകടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറെ നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ വാഹനം ഹരിയാന രജിസ്ട്രേഷൻ വാഹനമാണ് എന്നുള്ള കാര്യം നേരത്തെ തന്നെ പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വാഹന ഉടമയെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്. i20 വാഹനത്തിന്റെ ഉടമ യാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ അറസ്റ്റ് ചെയ്തിട്ടുള്ള ആളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അതായത് പോലീസ് പറയുന്നത് ഈ വാഹനം താൻ മറ്റൊരാൾക്ക് വിറ്റ ഒരു വാഹനമാണ്, വിൽപ്പന നടത്തിയിട്ടുള്ള ഒരു വാഹനമാണ് എന്നുള്ള പ്രതികരണമാണ് ആദ്യഘട്ടത്തിൽ ഈ വാഹന ഉടമ നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇനി ഇയാളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കൂടുതൽ പരിശോധനകളിലേക്കായിരിക്കും പോലീസ് സംഘം കടക്കുക. കാര്യം നേരത്തെ തന്നെ ഹരിയാന രജിസ്ട്രേഷനുള്ള വാഹനമാണ് ഇത് എന്നുള്ള കാര്യം പോലീസും അതോടൊപ്പം ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള ആളുകൾ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ നമ്പർ പ്ലേറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് ഇപ്പോൾ ഈ ഹരിയാന സ്വദേശി കൂടിയായിട്ടുള്ള വാഹന ഉടമയെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുള്ളത്. മറ്റു വാഹനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിവരങ്ങൾ കൂടി പോലീസ് ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്പർ പ്ലേറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം നടത്തി വരികയാണ്. അതായത് ഈ വാഹനം പൊട്ടിത്തെറിച്ചതിന് പിന്നാലെ സമീപത്തുണ്ടായിരുന്ന നിരവധി വാഹനങ്ങൾ, അതായത് 20ഓളം വരുന്ന വാഹനങ്ങളാണ് കത്തി നശിച്ചത് എന്നുള്ള വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിൽ മറ്റു വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന കൂടി ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കാറിന്റെ ഉടമയുടെ ആദ്യ പ്രതികരണം എന്ന് പറയുന്നത് കാർ താൻ മറ്റൊരു ആൾക്ക് വിൽപ്പന ചെയ്തിട്ടുള്ളതാണ്, വിറ്റതാണ് എന്നുള്ള പ്രതികരണമാണ് ഇപ്പോൾ പങ്കുവെച്ചിട്ടുള്ള പോലീസിന്റെ ഭാഗത്ത് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഹരിയാന രജിസ്ട്രേഷനിലുള്ള വണ്ടിയാണല്ലോ അബ്ദുൾ റഷീദ്. നമ്പർ പ്ലേറ്റ് കേന്ദ്രീകരിച്ച് നടന്ന അന്വേഷണമാണ്. അയാളെ കസ്റ്റഡിയിലെടുത്ത് ഈ ഉടമ എന്ന് പറയുന്ന ആളെ കസ്റ്റഡിയിലെടുത്തത് എവിടെ നിന്നുമാണ്? അത്തരം വിവരങ്ങൾ പോലീസ് ഇതുവരെയും പങ്കുവെച്ചിട്ടില്ല. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ ഇത്തരത്തിൽ ഹരിയാന സ്വദേശിയായിട്ടുള്ള ആളെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളതെന്നുള്ള വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത്. ഈ അപകടം നടന്നതിന് പിന്നാലെ, അതായത് സ്ഫോടനം ഉണ്ടായതിന് പിന്നാലെ തന്നെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. സുരക്ഷകൾ വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് ഇത്തരം നിർണായകമായിട്ടുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ വാഹനം വിറ്റിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള രജിസ്ട്രേഷൻ പ്രക്രിയകളൊക്കെ തന്നെയും പൂർത്തീകരിക്കേണ്ടതുണ്ട്. RC ഓണറുടെ പേരുകളൊക്കെ തന്നെയും മാറ്റേണ്ട ചില ക്രമങ്ങൾ ഈ ഒക്കെ തന്നെയും നിയമ നടപടികളൊക്കെ തന്നെയും നടത്തേണ്ടതുണ്ട്. അത്തരത്തിലുള്ള നിയമ നടപടികളൊന്നും തന്നെ ചെയ്യാതെയാണ് അല്ലെങ്കിൽ പാലിക്കാതെയാണ് ഇത്തരത്തിൽ വാഹനം വിറ്റത് എന്നുള്ള ചില സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ കടക്കുകയും ചെയ്തിട്ടുള്ള ഏറെ നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ തന്നെ ആയിരിക്കണം ഇയാളിൽ നിന്നും തേടുക. പ്രത്യേകിച്ചും ഈ വാഹനം എപ്പോഴാണ് വിൽപ്പന നടത്തിയത്, എപ്പോഴാണ് ഈ വാഹനം വാങ്ങിയത്, ആർക്കാണ് വിറ്റത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും ഇയാളിൽ നിന്നുമായിരിക്കും ലഭ്യമാവുക. പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ മരിച്ചവർ ആരൊക്കെയാണ് എന്നത് സ്ഥിരീകരിക്കാൻ ഇതുവരെയും പോലീസിനായിട്ടുള്ള